ശക്തമായ മഴയെ തുടർന്ന് മുല്ലപ്പെരിയാർ ഡാം ഇന്ന് തുറന്നേക്കും. അണക്കെട്ടിലെ ജലനിരപ്പ് 135.70 അടിയിലെത്തി. ഈ മാസം 30 വരെ ഡാമിന് നിശ്ചയിച്ചിരിക്കുന്ന റൂൾ കർവ് 136 അടിയാണ്. പ്രദേശത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടവും വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തും അറിയിച്ചു. ആൽവിൻ തോമസ് ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. ആൽവിൻ, അവിടെ ശക്തമായ മഴ തുടരുകയാണോ? ഇപ്പോഴും ഇന്ന് തന്നെ ഡാം തുറക്കുവാനുള്ള സാധ്യതയാണോ ഉള്ളത്? ലക്ഷ്മി, 136 അടിയാണ് മുല്ലപ്പെരിയാറിൻ്റെ റൂൾ കർവായി നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജലനിരപ്പ് 135.70 എന്ന നിലയിലേക്ക് ജലനിരപ്പ് എത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ന് തന്നെ ഡാം തുറക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് സംബന്ധിച്ച് നേരത്തെ തമിഴ്നാട് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജില്ലാ ഭരണകൂടം അത് സംബന്ധിച്ച് വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തുന്നുമുണ്ട്. ഇപ്പോൾ നമുക്ക് കാണുന്നത് പോലെ നമ്മളിപ്പോൾ വള്ളക്കടവിലാണുള്ളത്. ഈ പ്രദേശത്തേക്കാണ് ആദ്യം മുല്ലപ്പെരിയാർ തുറന്നാൽ ഡാമിൽ നിന്ന് ആദ്യം ജലം പുറത്തേക്ക് ഒഴുകി വരിക ഈ പ്രദേശത്താണ്, വള്ളക്കടവ് എന്ന പ്രദേശത്താണ്. ഇവിടെ ഇപ്പോൾ ജലനിരപ്പ് സാധാരണ മഴയിൽ പെയ്തിരിക്കുന്ന ആ പുഴയിലൂടെ ഒഴുകുന്ന ജലനിരപ്പ് മാത്രമാണ് ഉള്ളതെങ്കിൽ മുല്ലപ്പെരിയാർ തുറക്കുന്ന സമയത്ത് അവിടെ നിന്ന് ജലം ഒഴുകിയെത്തിയാൽ അല്പം കൂടി ജലനിരപ്പ് ഉയരും. എന്നാൽ അപകടകരമായ രീതിയിൽ ഉയരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിർദ്ദേശങ്ങൾ, മുന്നൊരുക്കങ്ങൾ ഒക്കെയും ജില്ലാ ഭരണകൂടങ്ങൾ നൽകി കഴിഞ്ഞു. ഇതിൻ്റെ കരയുടെയും തീരത്തുള്ള ആളുകളോടൊക്കെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ട നടപടികളും മാറ്റി പാർക്കണമെന്നുള്ള നിർദ്ദേശവും ഇന്നലെ രാത്രി തന്നെ നൽകി കഴിഞ്ഞു. ഏതാണ്ട് 3000-ലധികം ആളുകളോടാണ് അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അനൗൺസ്മെൻ്റ് അടക്കമുള്ള മുന്നറിയിപ്പുകൾ ഇന്നലെ രാത്രി മുതൽ തന്നെ ഇവിടെ നൽകുന്നുണ്ട്. അതിനൊക്കെ കൂടി പശ്ചാത്തലത്തിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം ജാഗ്രത പാലിക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് ആദ്യം ഒഴുകിയെത്തിയ വള്ളക്കടവ് പ്രദേശത്താണെങ്കിൽ പിന്നീട് മഞ്ചുമല ഉൾപ്പെടെ വണ്ടിപ്പെരിയാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളം ഒഴുകി പോകും. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെയും ജാഗ്രത പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 20 ക്യാമ്പുകൾ ഇത് തുറന്നിട്ടുണ്ട്. ഈ മുല്ലപ്പെരിയാർ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു മുന്നൊരുക്കം എന്ന നിലയിലാണ് ഈ ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. ഇപ്പോൾ 135.70 ഇപ്പോൾ ജലനിരപ്പുള്ളത്. പെരിയാർ, മഞ്ചുമല, ഉപ്പുതറ ഒപ്പം തന്നെയുള്ള മേഖലകളിലൊക്കെയും ഈ ജലം ഒഴുകിയെത്തും. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളോടൊക്കെയും മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ മാറി പാർക്കണമെന്നുള്ള നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകി കഴിഞ്ഞു. 2022 ഇതിന് മുൻപ് മുല്ലപ്പെരിയാർ ജലനിരപ്പ് അടി ഉയർന്നതിനെ വെള്ളം ഉയർന്നതിനെ തുടർന്ന് തുറന്നുവിട്ടത്. അന്ന് ഒരു അപകടകരമായ രീതിയിൽ വന്നില്ലെങ്കിൽ പോലും ചില വീടുകളിലൊക്കെയും അന്ന് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ മുന്നൊരുക്കം എന്ന നിലയിൽ ഇത്തവണ നേരത്തെ തന്നെ മുൻകൂട്ടി അറിയിപ്പ് നൽകിക്കൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 800-ലധികം കുടുംബങ്ങളോടാണ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത്തരം ആളുകളോടൊക്കെയും സ്വന്തം ബന്ധുക്കളുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ക്യാമ്പുകളിലേക്കോ മാറണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ വള്ളക്കടവിലെ ജലനിരപ്പ് ഇപ്പോൾ അങ്ങനെ തന്നെ ഒഴുകുകയാണ്. മുല്ലപ്പെരിയാർ തുറന്ന ശേഷം മാത്രമേ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. 135.70 എന്ന നിലയിലാണ്. വൃഷ്ടിപ്രദേശങ്ങളിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. രാവിലെയൊക്കെ നല്ല ശക്തമായ മഴയുണ്ടായിരുന്നു. ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.